നമസ്കാരം. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള 2021-22 അധ്യയന വർഷത്തിലേക്ക് 6ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കണം എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. ഇത്തവണ അപേക്ഷ ഓൺലൈനായി മാത്രമാണ് സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി നവോദയ വിദ്യാലയ സമിതിയുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. www.navodaya.gov.in എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. വെബ്സൈറ്റ് തുറന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. അതിൽ നിങ്ങൾക്ക് ചുവന്ന നിറത്തിൽ കാണുന്ന ഈ വാചകം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് തുറന്നു വരുന്നതാണ്. ഇതിൽ നമ്മൾ ഇടതുവശത്ത് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് കോർണർ എന്നത്. അതിൽ ആദ്യത്തേത് ക്ലിക്ക് ഹിയർ ടു വ്യൂ പ്രോസ്പെക്ടസ്, അതായത് നമ്മുടെ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ അടങ്ങുന്ന ലഘുലേഖ നമുക്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. പരീക്ഷയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇത് നമുക്ക് ഇത്രയും ഭാഷകളിൽ ലഭ്യമാണ്. നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ലഘുലേഖ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ക്ലാസ് 6 രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് ഇങ്ങനെ വരുന്നത് കാണാം. നമ്മൾ പ്രോസ്പെക്ടസ് ലഘുലേഖ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട പേജ് തുറന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരൊറ്റ സ്റ്റേജിലൂടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്ന അപേക്ഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്നത് സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് കോപ്പി എടുക്കുക. ഇതിൽ നമ്മൾ കൈകൊണ്ട് എഴുതി പൂരിപ്പിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണിത്. ഇതിൽ ചോദിച്ചിരിക്കുന്ന വിശദാംശങ്ങളെല്ലാം നമ്മൾ കൈകൊണ്ട് എഴുതി പൂരിപ്പിച്ച് തയ്യാറാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ 15, 2020 അതിൽ നമ്മൾ ആദ്യം കാണുന്നിടത്ത് കുട്ടിയുടെ പേര്, രണ്ടാമത് കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ പേര്, ഇവ പൂരിപ്പിക്കുക. വലതുവശത്തായിട്ട് കുട്ടിയുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ പ്രിൻ്റ് എടുത്തത് ഒട്ടിക്കേണ്ടതാണ്. അതിന് താഴെ നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, വലിയ അക്ഷരത്തിൽ കുട്ടിയുടെ പേര് എഴുതുക. അതിനു താഴെ ഫാദേഴ്സ് നെയിമാണ്, കുട്ടിയുടെ അച്ഛൻ്റെ പേര്. അതിന് താഴെ കുട്ടിയുടെ അമ്മയുടെ പേര്. എല്ലാം വലിയ അക്ഷരത്തിൽ തന്നെ ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്താണ്, കുട്ടിയുടെ ജനനത്തീയതി. അത് അക്കത്തിലും അക്ഷരത്തിലും പൂരിപ്പിക്കേണ്ടതാണ്. അതിന് താഴെ ജെൻഡറാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ട്രാൻസ്ജെൻഡറാണോ, 3 കാറ്റഗറിയാണോ ഉള്ളത്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കാറ്റഗറിയാണ്, ജനറൽ ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, അത് ഏതാണോ അതാത് ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷമുള്ളത് ഡിസബിലിറ്റിയെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ മാത്രം, അതായത് 40% മുകളിൽ ഭിന്നശേഷി ഉണ്ട് എങ്കിൽ മാത്രമേ അത് ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അത് ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നീട് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. കുട്ടിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇവിടെ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സാണ്. കുട്ടിയുടെ പോസ്റ്റൽ അഡ്രസ്സ് രേഖപ്പെടുത്തുക. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഈ മൊബൈൽ നമ്പർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നത്. അതിനുശേഷം നാഷണാലിറ്റി, പിന്നീട് റിലീജിയൻ, മീഡിയം ഓഫ് എക്സാമിനേഷൻ. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് മീഡിയമാണോ സെലക്ട് ചെയ്യുന്നത് ആ മീഡിയത്തിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക.
അത് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഭാഷയിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് താഴെ കാണുന്നതാണ് കുട്ടി 3, 4, 5 ക്ലാസ്സുകളിൽ പഠിച്ച സ്കൂളിൻ്റെ വിശദ വിവരങ്ങളാണ് പിന്നീട് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ആദ്യം കാണുന്നത് നെയിം ഓഫ് ദ സ്കൂളാണ്. സ്കൂളിൻ്റെ പേര്, കുട്ടി 3-ാം ക്ലാസ്സിലും 4-ലും 5-ലും പഠിച്ച സ്കൂളിൻ്റെ പേര്. അതിന് താഴെ സ്കൂളിൻ്റെ ലൊക്കേഷൻ, അത് റൂറലാണോ അർബൻ ആണോ എന്നുള്ളതാണ്. അതായത് ഗ്രാമപ്രദേശമാണോ അർബൻ നഗരപ്രദേശമാണോ എന്നുള്ളതാണ്. അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ജോയിനിങ്, കുട്ടി ജോയിൻ ചെയ്ത മാസവും വർഷവും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ജോയിൻ ചെയ്ത മാസവും വർഷവും പൂരിപ്പിക്കുക. അതിന് താഴെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്, കുട്ടി പരീക്ഷ പാസ്സായ മാസവും വർഷവും എഴുതുക. അതിനുശേഷം നെയിം ഓഫ് ദ ബ്ലോക്ക്, ഏത് ബ്ലോക്കിലാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അത് പൂരിപ്പിക്കുക. നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലയിലാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അത് പൂരിപ്പിക്കുക. അതിനുശേഷം നെയിം ഓഫ് ദ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതാണ് പൂരിപ്പിക്കേണ്ടത്. ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം താഴെ കാണുന്ന സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന കോളത്തിൽ കുട്ടിയുടെ ഒപ്പ് രേഖപ്പെടുത്തുക. അടുത്തതായി സിഗ്നേച്ചർ ഓഫ് ദ പാരൻറ്റ് എന്ന് പറയുന്നിടത്ത് പാരൻറ്റിൻ്റെ, രക്ഷിതാവിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോമിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കാര്യങ്ങൾ നമ്മൾ പിന്നീട് വീണ്ടും ഓൺലൈനായി ഒന്നുകൂടി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ബി എന്നതിൽ കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം പ്രധാനപ്പെട്ട മറ്റ് 4 കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ, കുട്ടിയുടെ ഒപ്പ്. രണ്ടാമത്തത് പാരൻസ് സിഗ്നേച്ചർ, രക്ഷിതാവിൻ്റെ ഒപ്പ്. മൂന്നാമത് കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ്, കുട്ടിയുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ. നാലാമത് സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ പാരൻറ്റ് ആൻഡ് കാൻഡിഡേറ്റ്, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് തയ്യാറാക്കിയ അപേക്ഷ, കുട്ടിയും രക്ഷിതാവും ഒപ്പുവെച്ച അപേക്ഷ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഒഴികെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, ഈ 3 കാര്യങ്ങൾ 10 KB-ക്കും 100 KB-ക്കും ഇടയിൽ ഫയൽ സൈസുള്ള JPEG ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. 10 KB-ക്കും 100 KB-ക്കും ഇടയിലുള്ള JPEG ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണം. കുട്ടിയും പാരൻറ്റും ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് 50 KB-ക്കും 300 KB-ക്കും ഇടയിൽ ഫയൽ സൈസുള്ള JPEG ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ വേണം നമ്മൾ ഫയൽ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം മാത്രം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിലേക്ക്, വ്യക്തിഗത വിവരങ്ങൾ ഫില്ല് ചെയ്യുന്നതിലേക്ക് കടക്കുക. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റാണ്. കുട്ടി പഠിക്കുന്ന സ്റ്റേറ്റാണ്. ഏത് സ്റ്റേറ്റിലാണോ, ഏത് സംസ്ഥാനത്താണോ പഠിക്കുന്നത് ആ സംസ്ഥാനം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഡിസ്ട്രിക്റ്റാണ്. സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതിൽ നമ്മൾ ഏത് ജില്ലയിലാണോ പഠിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെലക്ട് ബ്ലോക്ക് എന്നുള്ളതിൽ ഏത് ബ്ലോക്കിലാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്, കുട്ടി പഠിക്കുന്നത് ആ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ നെയിം ഓഫ് ദ സ്കൂൾ എന്നുള്ളതാണ് അടുത്തത്. ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ നെയിം ഓഫ് കാൻഡിഡേറ്റ്, കുട്ടിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത സർട്ടിഫിക്കറ്റിൽ ഉള്ള അതേ രീതിയിൽ വേണം ഇതും പൂരിപ്പിക്കാനായിട്ട്. പിന്നീട് മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള നമ്പർ മാത്രം കൊടുക്കുക. കാരണം പിന്നീടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും SMS ആയി ലഭിക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ ഈ കലണ്ടറിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ ജനന തീയതി എൻ്റർ ചെയ്യുക. വർഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം മാസം സെലക്ട് ചെയ്യുക. പിന്നീട് തീയതി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് കുട്ടിയുടെ മദേഴ്സ് നെയിം എന്നുള്ളത് കുട്ടിയുടെ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫാദേഴ്സ് നെയിം, കുട്ടിയുടെ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
നെയിം ഓഫ് ദ ഗാർഡിയൻ എന്നുള്ളത് ഓപ്ഷണലാണ്. കുട്ടിയുടെ മറ്റ് ഗാർഡിയനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യണമെന്നില്ല. ഗാർഡിയൻ ഉണ്ടെങ്കിൽ അടുത്ത കോളത്തിൽ ആ ഗാർഡിയൻ്റെ റിലേഷൻ, ബന്ധം എന്താണെന്നുള്ളതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാഷണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്, കുട്ടിയുടെ നാഷണാലിറ്റി. അതിനുശേഷം അടുത്ത കോളം ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. കുട്ടിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്നത് ജെൻഡറാണ്, അത് ഫീമെയിൽ ആണോ മെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ കൊടുക്കുക. പിന്നീട് കാറ്റഗറി, ജനറൽ ആണോ OBC ആണോ എന്താണെന്നുള്ളത് കൊടുക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോളമാണ് മീഡിയം ഓഫ് എക്സാമിനേഷൻ. ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, കുട്ടി പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന മാധ്യമം ഏതാണോ, ഏത് ഭാഷയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം. ആ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഭാഷയിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും കുട്ടിക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമാണിത്. പിന്നീട് വരുന്ന ഡിസബിലിറ്റി ഇഫ് എനി, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. അത് <40% വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. 40% മുകളിൽ ഭിന്നശേഷി ഉണ്ട് എങ്കിൽ മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യുക. ഭിന്നശേഷി ഇല്ലെങ്കിൽ നൺ എന്നതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് വിടുക. അതിന് താഴെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റിയാണ്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജാണ്, എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നീട് റിലീജിയൻ, ഏത് റിലീജിയനിൽ പെട്ടതാണോ അത് സെലക്ട് ചെയ്യുക. ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ പെടാത്തതാണെങ്കിൽ ഇഫ് അതേഴ്സ് പ്ലീസ് സ്പെസിഫൈ ദ റിലീജിയൻ, ഇതിൽ പെടാത്തതാണെങ്കിൽ മാത്രം വലതുവശത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് താഴെ ആധാർ നമ്പർ, കുട്ടിയുടെ ആധാർ നമ്പർ രേഖപ്പെടുത്തുക. പിന്നീട് വരുന്ന ആനുവൽ ഇൻകം ഓഫ് പാരൻസ് എന്നുള്ള കോളത്തിൽ രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽ, വ്യക്തിഗത വിവരം എന്ന വിഭാഗത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ തപാൽ അഡ്രസ്സ് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിൽ ആദ്യം കാണുന്നിടത്ത് നിങ്ങളുടെ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ് എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ തപാൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് സ്റ്റേറ്റ്, നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് മുകളിൽ വലതുവശത്തായിട്ട് പിൻകോഡ് രേഖപ്പെടുത്തുക. അടുത്ത കോളത്തിൽ റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റ്, നിങ്ങൾ വീട് സ്ഥിതി ചെയ്യുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെലിഫോൺ നമ്പറാണ്, ഇത് നിങ്ങൾക്ക് ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന വിഭാഗത്തിൽ പൂരിപ്പിക്കേണ്ടത്. പിന്നീട് വരുന്നതാണ് പ്രീവിയസ് സ്കൂൾ ഡീറ്റെയിൽ, അതായത് കുട്ടി 3, 4, 5 ക്ലാസ്സുകളിൽ പഠിച്ച സ്കൂളിൻ്റെ പേരും തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ആദ്യം കാണുന്നത് 3rd സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ആണ്. 3ാം ക്ലാസ്സിൽ കുട്ടി പഠിച്ച സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ട് താഴത്തെ കോളത്തിൽ ജില്ലയാണ്, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. പിന്നീട് അതിന് താഴെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കാണ്, ഏത് ബ്ലോക്കിന് കീഴിലാണോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നെയിം ഓഫ് ദ വില്ലേജ്, ഏത് വില്ലേജാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നെയിം ഓഫ് ദ സ്കൂൾ എന്ന കോളത്തിൽ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് റെക്കഗ്നൈസ്ഡ് ആണോ നോട്ട് റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത്, സ്കൂൾ ഗവൺമെൻറ് അംഗീകാരമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്കൂൾ ലൊക്കേഷൻ റൂറൽ ആണോ അർബൻ ആണോ, ഗ്രാമപ്രദേശമാണോ നഗരപ്രദേശമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ഇയർ ആൻഡ് മന്ത് ഓഫ് ജോയിനിങ്, കുട്ടി 3ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത വർഷവും മാസവും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ഇയർ ആൻഡ് മന്ത് ഓഫ് പാസിംഗ്, കുട്ടി 3ാം ക്ലാസ് പാസ്സായ വർഷവും മാസവും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ 4ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ 4ാം ക്ലാസ്സിൻ്റെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. 5ാം ക്ലാസ്സിൻ്റേതും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 5ാം ക്ലാസ്സിൻ്റേത് ഫില്ല് ചെയ്യുമ്പോൾ ഇയർ ആൻഡ് മന്ത് ഓഫ് പാസിംഗ് എന്നുള്ളത് കൊടുക്കേണ്ടതില്ല, കാരണം കുട്ടി ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കുട്ടി ജോയിൻ ചെയ്ത വർഷവും മാസവും മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും വിശദാംശങ്ങളാണ് നമ്മൾ പ്രീവിയസ് സ്കൂൾ ഡീറ്റെയിൽ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി വരുന്നതാണ് അപ്ലോഡ്സ് എന്ന് പറയുന്ന വിഭാഗം. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയാണ്. കുട്ടിയുടെ ഒപ്പ്, പാരൻറ്റിൻ്റെ ഒപ്പ്, കുട്ടിയുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോഗ്രാഫ്, കുട്ടിയും രക്ഷിതാവും ഒപ്പിട്ട് വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ഇമേജ്. നിങ്ങൾക്ക് കാണാം ഫയൽ സൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് കുട്ടിയുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോഗ്രാഫാണ്. നമ്മൾ ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എവിടെയാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. കുട്ടിയുടെ ഫോട്ടോഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ കൊടുത്താൽ മതിയാകും. ഫോട്ടോ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് അപ്ലോഡ് കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ, കുട്ടിയുടെ ഒപ്പാണ്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. കുട്ടിയുടെ ഒപ്പ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അടുത്തത് അപ്ലോഡ് പാരൻസ് സിഗ്നേച്ചർ, കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഒപ്പാണ്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. പിന്നീട് വരുന്നത് അപ്ലോഡ് സർട്ടിഫിക്കറ്റാണ്. നമ്മൾ പറഞ്ഞ നേരത്തെ തയ്യാറാക്കി സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വലതുവശത്ത് 4ലും പച്ച നിറത്തിലുള്ള ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുന്നതാണ്. നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ വിശദ വിവരങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടിയുടെ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ആയിട്ടുള്ളതായും കാണാൻ സാധിക്കും. ഇതെല്ലാം ഒന്നുകൂടി നമ്മൾ വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാവുന്നതാണ്. നമുക്ക് എല്ലാം ഫില്ല് ചെയ്തു എന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത വിശദ വിവരങ്ങളെല്ലാം ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നത് ടിക്ക് ചെയ്യുക. വായിച്ച് നോക്കിയതിന് ശേഷം ഇടതുവശത്ത് കാണുന്ന കോളം ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ മുകളിൽ കാണുന്ന ഈ അക്കങ്ങളും അത് നമ്മൾ ഈ താഴെ കാണുന്ന കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഓപ്ഷൻ കാണാവുന്നതാണ്. ഒന്ന് എഡിറ്റ്, മറ്റൊന്ന് ഫൈനൽ സബ്മിഷൻ. അതായത് നമ്മൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ല, എല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫൈനൽ സബ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ മെസ്സേജ് കാണാം, നോ ചേഞ്ച് ഇൻ ദ പർട്ടിക്കുലേഴ്സ് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ. ഇനി ഒരു ചേഞ്ചും നമുക്ക് വരുത്താൻ സാധിക്കില്ല എന്നുള്ള മെസ്സേജാണ്. അതിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. കൺഗ്രാജുലേഷൻ, യുവർ ഡാറ്റ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി, യുവർ രജിസ്ട്രേഷൻ നമ്പർ ഈ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറാണ് വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഫൈനൽ സബ്മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, പൂർത്തിയാക്കിയിരിക്കുകയാണ്. ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ രജിസ്ട്രേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ രജിസ്ട്രേഷൻ ഫോം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്ന ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിനുശേഷം അത് നിങ്ങൾക്ക് പ്രിൻ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്.